ഓ എന്തൊരു പെണ്ണാത്, ഇതൊരു പാവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. വെറുതെ അല്ല ചെക്കൻ ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പൈസയൊക്കെ ചോദിച്ചത്. ഈ പെണ്ണ് വന്നിട്ട് മയക്കിയെടുത്തത് അവനെ. എന്തായാലും നീ അങ്ങനെ ഇവിടെ വാഴണ്ടടി, ഞാനിന്നെ സമ്മതിക്കില്ല. നീ വിട്ടോ? ഇല്ല, ഞാൻ പൂട്ടിയിട്ട് പതുക്കെ പോവാം. വേണ്ട, എന്തായാലും കച്ചവടമൊന്നും ഇല്ല. ഞാൻ അവിടെ എത്തണ്ടല്ലോ. ഇങ്ങോട്ടോ. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. ഇങ്ങോട്ടോ. ശരി അപ്പോൾ. ശരി. അല്ല, നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. അത് ഞാൻ ബസ്സിൽ വന്നതാണ്. അടയ്ക്കാറായോ? പൂട്ടാൻ നിൽക്ക. ഷാജഹാൻ ഇപ്പൊ പോയുള്ളൂ. കച്ചവടം ഇല്ലടോ. അത് സാരില്ല ഏട്ടാ, തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ. കച്ചവടമൊക്കെ കിട്ടും. ഏട്ടാ സമാധാനം ഇട്ടിരിക്കേ. അല്ല, നിനക്ക് ചായ പറയട്ടെ? ചായ ഒന്നും വേണ്ട ഏട്ടാ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതാ. എന്തായാലും കുറച്ചു നേരം കൂടെ നിൽക്കാല്ലേ, ആരെങ്കിലും വന്നാൽ ഒരു കച്ചവടം കിട്ടുകയാണെങ്കിലോ. ഈ സമയത്ത് ആര് വരാൻ? എടോ, ഇതൊന്നും നമുക്ക് ശരിയാണെന്ന് തോന്നണടോ. അത് നിന്നുള്ള സ്വർണവും പണയും വെച്ച് ഒരുപാട് കടവും വാങ്ങി ഇതിപ്പോൾ എത്ര പൈസ ഇറക്കിയെന്നറിയോ? ഒക്കെ നഷ്ടത്തിലാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്താലോ, തിരിച്ചു കൊടുത്താലോ? എന്താ ഏട്ടാ, ഷോപ്പ് തുടങ്ങി 1 മാസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞാലോ? അവനെന്താ പറഞ്ഞത്? കുറേ കൊല്ലമായിട്ട് നടത്തുന്നതാണ്, ഒരുപാട് കച്ചവടം ഉള്ളതെന്നല്ലേ. എന്നിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം കിട്ടി അവിടെ? എൻ്റെ ഏട്ടാ, നമ്മൾ തുടങ്ങിയിട്ടില്ലുള്ളൂ. പുതിയ ആൾക്കാരല്ലേ, അവരിന് കുറേ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടാകും. അപ്പം കസ്റ്റമേഴ്സൊക്കെ കൂടുതലായിരിക്കേ. ഇപ്പം നമ്മളിനി അവിടുത്തെ മാർക്കറ്റൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവിടുത്തെ ആൾക്കാരിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് പുതിയ കച്ചവടമൊക്കെ പിടിക്കാൻ. അതിനെന്തായാലും 3-4 മാസം സമയമെടുക്കും. എന്നാലും 1 മാസമായിട്ട് എന്തെങ്കിലും കിട്ടണ്ടോ? 2 ആളവിടെ സർവീസിനുണ്ട്. നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട, ആർക്കും മാസം ശമ്പളം കൊടുക്കണ്ടേ? ഇപ്പം തൽക്കാലം നമ്മൾ കയ്യിൽ നിന്നെടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും കേട്ടാ. അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അപ്പം നോക്കിയോ, ഏട്ടാ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സംസാരിക്കുക. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലുള്ളൂ. ആ മൊബൈൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. എത്ര സന്തോഷത്തോടെയാണെന്ന് അറിയാം ഒരു പണിക്കാരനായിട്ട് നിന്ന്. ഇതിപ്പോൾ തുടങ്ങി കുടുങ്ങിപ്പോയ പോലെയായിപ്പോയി. ഏട്ടൻ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കല്ലേ. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അതിൻ്റെ കച്ചവടമൊക്കെ എന്തായാലും നമുക്ക് കിട്ടുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അവരുടെ സ്റ്റോക്ക് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. എനിക്ക് വന്നേ ചെന്നൈ പോയിട്ട് കുറച്ച് സെക്കൻഡ് എടുക്കേണ്ടി വരുന്നത്. അതേ മൂവിങ് ഉണ്ടാവുള്ളൂ അവിടെ. ഇപ്പം എന്താ ചെയ്യുക? എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഏട്ടൻ പോയിക്കോ. അല്ല, ഞാനും കൂടി വരണോ? അതൊന്നും വേണല്ലോ, 2 ആളില്ലേ, ആരെങ്കിലും വിളിച്ച് ഞാൻ പോയിക്കോളാം. പക്ഷെ പൈസയാണ്. പൈസൻ്റെ കാര്യം ആലോചിച്ച് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ 2 വളയുണ്ട്, അത് വിൽക്കോ പണയം വിൽക്കോ ചെയ്തിട്ടേ ഇപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കട്ടെ. ഏട്ടൻ പോയിട്ട് കുറച്ച് മൊബൈൽ എടുത്തിട്ട് വാ. എന്തായാലും ഓണത്തിന് കച്ചവടം കിട്ടില്ലേ. എല്ലാ ഷോപ്പുകാരെ ഈ ഓണമായിട്ട് കുറേ ഓഫറൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കസ്റ്റമർ അതൊക്കെ വിട്ട് നമ്മുടെ അവിടെ വരുമോ? നമുക്കും അങ്ങനെ എന്തെങ്കിലും കൊടുക്കാട്ടാ. എന്തായാലും ഒരു 10-20,000 രൂപയ്ക്കല്ലേ അതിൽ ചിലവാവുള്ളൂ. ചിലപ്പോൾ വലിയ കച്ചവടമൊക്കെ കിട്ടുകയാണെങ്കിലോ. എന്നാൽ പിന്നെ ഞാൻ ചെന്നൈ പോയിട്ടെ സാധനം എടുത്തിട്ട് വരാം. ഇപ്പോൾ 2 ദിവസം വേണ്ടി വരും. എന്തായാലും ഒരുത്തനും അവിടെ ഉണ്ടാവുമല്ലോ. താൻ ഇടയ്ക്ക് പോയിട്ടെ ഒന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഏട്ടാ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ, എല്ലാത്തിനും ഞാനുണ്ട്. എന്തായാലും ഏട്ടന് ഞാൻ ചായ എടുക്കാം കേട്ടോ. നീ എന്തിനാണ് ഇപ്പം ചെന്നൈയിൽ പോകാൻ നിൽക്കണത്? കടത്തെ മേലെ കടമാക്കാൻ വേണ്ടിയിട്ടാ? ഈ പെണ്ണ് പലതും പറയും, അതും കേട്ടിട്ട് ഇറങ്ങി തിരിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? ഇത്രയും കാലം ആ പാവത്തിന് പിഴിഞ്ഞത് പോരെ, ഇനിയും പറ്റിക്കാനുള്ള പരിപാടിയാ? എടി, അതെൻ്റെ മകനാണ്. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിന് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്. അതിന് നീ കൂടുതലായിട്ട് ഇടപെടാൻ നിൽക്കണ്ട കേട്ടാ.
ആ എന്നാൽ ഇപ്പം കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാലോ. മൊബൈൽ വാങ്ങിക്കാൻ തീരുമാനിച്ചതും ഇപ്പോൾ ഷോപ്പ് ഇട്ടതൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനം തന്നെയാണ്. അതിൽ അമ്മ ഇനി കൂടുതലായിട്ട് ഇടപെടാൻ നിൽക്കൊന്നും വേണ്ട. ഏട്ടാ പോവാൻ നോക്കിയോ, അമ്മ ഇങ്ങനെ പലതും പറയും. ശരിടോ, ഞാൻ പോയിട്ട് അടുത്തിട്ട് വിളിക്കാം കേട്ടോ. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? ഒരാളൊരു നല്ല കാര്യത്തിന് പോണ സമയത്താണോ വേണ്ട അവൻ്റെ മുടക്കാൻ നിൽക്കുന്നത്? അവൻ്റെ മകനാടി, അവനൊരു കെണി കൊണ്ട് ചാടിക്കാനേ ഞാൻ സമ്മതിക്കില്ല. ഓ, മകനാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അമ്മ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. എന്തിനാ അമ്മ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കുന്നത്? ഇപ്പം ഈ മൊബൈൽ ഷോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനമാണ്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇടങ്കോലിടാൻ നിൽക്കണ്ട. എന്താ അവളുടെ ഒരു അഹങ്കാരം. ഇന്നലെ കയറി വന്നവളാണ് കുടുംബം ഭരിക്കാൻ നിൽക്കുന്നത്. ചെക്കനി ഓരോന്ന് പറഞ്ഞ് പാട്ടിലാക്കി ഇനിയിപ്പം അവസാനം അവളുടെ ഭരണം ഇവിടെ എടുക്കാന്നുള്ള വിചാരമായിരിക്കും. അതിനെന്താ ഞാൻ സമ്മതിക്കില്ലടി. നിനക്ക് അങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏട്ടാ എന്താ ഈ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇന്നൊരു 3-4 പോയി. ഇനിയിപ്പോൾ നാളെയും കുറേ സ്ഥലത്തുണ്ട് അത്രേ, അവിടെയും കൂടെ പോകണം. അല്ല, നീ ഷോപ്പിൽ പോയോ? ഇല്ല, ഞാൻ രാത്രി പോകാമെന്ന് പറഞ്ഞിട്ടാണേ. പിന്നെ ഷോപ്പിൽ കച്ചവടം ഇല്ലാണ്ട് ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അവന് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരസ്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു രീതിക്കൊന്ന് ചെയ്തു തരാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഈ വൈകിട്ട് വരാമെന്നാവും പറഞ്ഞത്. ആണോ? എന്തായാലും നന്നായിട്ടോ. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ? ആ, അത് നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, ഇവനെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കട്ടെ. അല്ല, ഏട്ടനെപ്പോഴും ഇറങ്ങാ? നാളെ വേറെ സ്ഥലത്തും കൂടി പോകണ്ടേ, അവിടെ വിലക്കുറവിൽ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ചെന്ന് നോക്കട്ടെ. എന്തായാലും ഇപ്പോൾ അതെടുത്തിട്ട് നാളെ ഒരു വൈകുന്നേരം 5 മണിക്ക് ട്രെയിൻ ഉണ്ട്, അതിൽ വരും. എന്തായാലും ഒരു രാത്രി ആകുമ്പോഴേക്കും എത്തും. ആണോ? എന്നിട്ട് വല്ലതും കഴിച്ചോ? ഇല്ല, ഉച്ചയ്ക്ക് തന്നെ കഴിക്കുമ്പോൾ 4-4:30 ആയി. ഇനിയിപ്പോൾ കുറച്ച് തന്നെ കഴിക്കാം. അല്ല, താൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. പിന്നെ ഏട്ടാ ഇവിടുത്തെ കാര്യം ആലോചിച്ചിട്ടേ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പം അതൊക്കെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആണോ? ശരി, എന്നാൽ ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ. ആ ഏട്ടാ, അവൻ വിളിക്കുന്നുണ്ടേ, ഞാൻ ഒന്ന് പോട്ടെ ഷോപ്പിലേക്ക്. ശരി ശരി. നമ്മുടെ പാലക്കാട് KLN മൊബൈൽസിൽ ഓണമായിട്ട് നല്ല കിഡിലൻ ഓഫറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കാണുന്ന യൂസ്ഡ് ഫോണിനൊക്കെ സ്റ്റാർട്ടിങ് 3000 മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ്, ഐഫോൺ തുടങ്ങിയ എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ സർവീസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എങ്ങനെയാ ഈ ഓണം നമ്മുടെ KLN മൊബൈൽസിനെ പോകും? ഓക്കെ മോനെ, താങ്ക് യു. അല്ല, ഇതെപ്പോഴും അപ്ലോഡ് ചെയ്യാം? നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം ചേച്ചി. ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ശരി. എടി മോളെ, നീ തിരക്കിലാണോ? ഇല്ല അമ്മ, പറഞ്ഞോ, എന്താ കാര്യം? ഓ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അവന്തൊക്കെയോ ബിസിനസ് തുടങ്ങണമെന്നൊക്കെ. അപ്പം മൊബൈൽ ഷോപ്പ് ഇട്ടിരിക്കണോ, അതിലത്തേക്കോ കടം വാങ്ങിച്ചിട്ട് പിന്നെ സ്വർണം പണയം വെച്ചിട്ടൊക്കെ. ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മൊബൈലൊക്കെ വാങ്ങിക്കണം കൊണ്ട് ചെന്നൈ പോയിരിക്കുക. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നേ ഇല്ല. ആണോ? അവരുടെ അടുത്ത് പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അവർ തുടങ്ങില്ല. അല്ല, എന്നിട്ടിപ്പോൾ ചേച്ചിയോ? ഓ, ചേച്ചി അതൊരു പാവമാണെന്നല്ലടി മോളെ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ചെക്കൻ പൈസ ചോദിച്ചതും അവൻ മൊബൈൽ ഷോപ്പ് ഇട്ടതൊക്കെ അവളുടെ ബുദ്ധി തന്നെയാണ്. പഠിച്ച മരുമകൾ വേണം, നല്ല ജോലിയൊക്കെ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേ അവളുടെ എല്ലാ പൈസയും കൈക്കലാക്കാന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെയാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചാ? അല്ല, അപ്പം ചേച്ചിക്ക് സാലറി എന്തോ കിട്ടാറായിന്ന് അമ്മ ഒന്ന് പറയണ കേട്ടല്ലോ, അത് തന്നില്ലേ? എവിടെ തരാൻ? അവൾ 1 മാസം കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കിട്ടിയ പൈസയാണ്. അതൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ചിലവിനുള്ള എന്തെങ്കിലും തരാൻ നിൽക്കിയ പെണ്ണാന്ന് പറഞ്ഞത്. അന്ന് അതിൻ്റെ പേരിൽ എത്ര പ്രശ്നമായെന്നറിയോ? എന്തൊക്കെയോ അതിനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ, മരുമക്കളുടെ സ്വഭാവം എപ്പോഴാണ് മാറാൻ പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ആ ഒരു രീതിക്ക് നിന്നാൽ മതി എന്ന്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? അവൾ പാവമാണെന്നൊക്കെയല്ലേ. ഇപ്പം എന്തായി അമ്മ? അതിനെങ്ങനെയൊക്കെ ആകുന്ന ആരെങ്കിലും വിചാരിച്ചാ? രാവിലെ എന്നുവെച്ചാൽ എല്ലാ പണിയും ചെയ്ത് വന്നിട്ടും എല്ലാം ചെയ്തപ്പോഴേ അതൊരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്.
എനിക്ക് പഴയതൊന്നും ആലോചിക്കാനേ വയ്യ. അവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അമ്മയ്ക്ക് ഒരു പിടുത്തവും കിട്ടണില്ലടി മോളെ. അതാ ഞാൻ ഇപ്പം നിന്നെ വിളിച്ചത്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് അമ്മൻ്റെ വീടല്ലേ? അമ്മ എന്തിനെന്നിട്ട് അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യം? രണ്ടിനും ഇപ്പം ജോലിയും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയതല്ലേ, വരുമാനമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അമ്മ രണ്ടിനെ അവിടെ നിന്ന് പുറത്താക്കാൻ നോക്ക്. അപ്പം താനേ പഠിച്ചോളൂ. ഇറക്കി വിടാനോ? എന്താടി മോളെ നീ എന്തൊക്കെയാ പറയണത്? ആ അമ്മ, അധികം കളിക്കുന്നവരുടെ അടുത്തേ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തായാലും പൈസ ഒന്നും തരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അമ്മ അതൊന്ന് പറഞ്ഞു നോക്ക്, അപ്പം അവർ താനേ തന്നോളും. ഒന്ന് പോടി അവിടെ. ഇറങ്ങി പോന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ രണ്ടും പെട്ടിയും കിടക്കിയെടുത്ത് പോവും. അവസാനം ഞാൻ എന്താക്കും? അമ്മ എന്താ ഇങ്ങനെ? പോണെങ്കിൽ പോട്ടേ വെക്ക്. അമ്മയ്ക്ക് ഞാനില്ലേ? പോയാൽ അത്രയും സൗകര്യമായി, അത്ര തന്നെ. എന്നാലും മോളെ, അമ്മയ്ക്കപ്പം മകനെ തന്നെയാണല്ലോ ഇഷ്ടം. വെറുതെ എൻ്റെ അടുത്ത് നിന്നെയാണ് വലുത്, അവന് ഇഷ്ടമല്ല എന്നൊക്കെ പറയണത് വെറുതെയാണ്. ഇപ്പോൾ മനസ്സിലായമ്മേ. അമ്മ എന്തോ ചെയ്, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. എടി മോളെ, അമ്മ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അത് നീ പറ. പൈസ തരാൻ പറ്റില്ലെങ്കിൽ രണ്ടിനെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൻ പറഞ്ഞമ്മേ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ മോളെ, എന്തായാലും അവൻ ചെന്നൈയിൽ നിന്ന് വരട്ടെ, അമ്മ പറയുന്നുണ്ട്. ശരി എന്നാ, പിന്നെ വിളിക്കാം. ആ അമ്മ. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവസാനം അമ്മനെയും പറ്റിച്ച് ആ വീട് കൈക്കലാക്കണം. ഇങ്ങനത്തെ ഒരു അവസരം ഇനി വീണിട്ടില്ല ശ്വേത. മാക്സിമം ഉപയോഗിച്ചോ.